ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് തങ്കമണി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. എനിക്കറിയാം കുറച്ച് ദിവസമായി വീഡിയോ ഷൂട്ട് ചെയ്തിട്ടൊക്കെ, കാരണം വലിയ സിനിമകളൊന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. ഡ്യൂൺ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ് ഇതിനിടയ്ക്ക് നല്ലൊരു വലിയ റിലീസ് എന്ന് പറയേണ്ടായിരുന്നത്. അത് ടൈമാക്സിൽ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ സാധാരണ തിയേറ്ററിൽ കാണാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങൾ വന്നു. സോ അങ്ങനെ ഇപ്പോൾ ഐമാക്സിലും കാണാൻ പറ്റില്ല, സാധാ തിയേറ്ററിലും കാണാൻ പറ്റില്ല. അതിപ്പോൾ ഇവിടുത്തെ തിയേറ്ററുകളിൽ നിന്നൊക്കെ പോയി എന്നാണ് തോന്നുന്നത്. സാധാരണ എൻ്റെ അടുത്തുള്ള തിയേറ്ററിലൊന്നുമില്ല. അപ്പോൾ ദിലീപിന്റെ കഴിഞ്ഞ സിനിമയായിട്ടുള്ള ബാന്ദ്ര എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം അട്ടർ ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് തങ്കമണി എന്ന് പറയുന്നത്. കാരണം തങ്കമണി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിന് അത്രയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ്. കാരണം 1986 പോലീസുകാരുടെ കുറച്ച് ക്രൂരത ഈ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അരങ്ങേറുകയും തുടർന്നുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് തങ്കമണി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് ദിലീപിന്റെ ആ ഒരു ഫാമിലിയുടെ കഥ കൂടി ഫിക്ഷനായിട്ട് ചേർത്തിരിക്കുകയാണ്. അതിൽ ആകെ ഇന്റർവെലിനോട് അടുക്കുന്ന സമയത്ത് അതിന് ശേഷം കുറച്ച് സമയം മാത്രമാണ് ആ തങ്കമണി എന്ന് പറയുന്ന ഇൻസിഡന്റിന്റെ ആ ഒരു ആഘാതം എന്താണെന്നുള്ളത് കാണിക്കുന്നതൊക്കെ. കുറച്ച് സിനിമാറ്റിക് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് മർഡർ മിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രതീഷ് രഘുനന്ദന്റെ കയ്യിൽ നിന്നൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന സിനിമയാണ് ഈ ഒരു തങ്കമണി എന്ന് പറയുന്ന സിനിമ. സോ രതീഷ് രഘുനന്ദന്റെ ഇതിനു മുമ്പുള്ള സിനിമയായിട്ടുള്ള ഉടൽ എന്ന് പറയുന്ന സിനിമ അത്രയധികം എന്താ പറയുക, ബ്ലഡ് ബാത്ത് നിറഞ്ഞിട്ടുള്ള കുറച്ച് നല്ല രസമായിട്ടുള്ള ഒരു പടം തന്നെയായിരുന്നു. ഇതിനകത്തും മർഡറൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന രീതികളൊക്കെ നല്ല രസമായിട്ട്, എസ്പെഷ്യലി ലാസ്റ്റിലേക്ക് വരുന്ന സമയത്തൊക്കെ ആ ഒരു സംഭവങ്ങളും ചില സീൻസ്, അതായത് ഇന്റർവെലിന് മുമ്പുള്ള 1-2 സീൻ, അത് കഴിഞ്ഞിട്ട് ഇന്റർവെലിന് ശേഷമുള്ള ഒരു 1-2 സീന്, ഇവയൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പല ക്യാരക്ടേഴ്സും എന്താ പറയുക മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആകെ എനിക്ക് തൃപ്തി തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സുദേവിന്റെ ആ ഒരു റോയ് എന്ന് പറയുന്ന ക്യാരക്ടർ. അസീസിന്റെ ക്യാരക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ കുറെ സാധനങ്ങളൊക്കെ, ഇമോഷണൽ സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാസീവായിട്ട് വരുന്ന സമയത്തൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് അപ്പീലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വയസ്സായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വെപ്പ് താടിയൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. മെയിൻ വില്ലന്മാർക്കും ദിലീപിനും ഒക്കെ കുറെ വെപ്പ് താടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ വയസ്സാം കാലം കാണിക്കുന്ന സമയത്ത്. പഴയ കാലം പുതിയ കാലം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുന്നതൊക്കെ. സോ അതിൻ്റെ ഒക്കെ ആവശ്യം എന്തായിരുന്നു മനസ്സിലാവുന്നില്ല. മനോജ് കെ ജയനായിക്കോട്ടെ, ദിലീപിനായിക്കോട്ടെ, അതുപോലെ തന്നെ വേറൊരാളുണ്ട്, ഒരു റിട്ടയർ ആയിട്ടുള്ളൊരു പോലീസുകാരനൊക്കെ ഉണ്ട്. ആൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന ആ താടിയൊക്കെ വെപ്പ് താടിയെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ആ കോസ്റ്റ്യൂമിലൊക്കെ കുറച്ച് അപാകതകളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ ആയിട്ടുള്ള എന്താ പറയുക റൈറ്റിംഗ് ആണ്, അത് വളരെയധികം ശോകമായിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്നും കൂടി നല്ല രീതിക്ക് ഉപയോഗിക്കാവുന്ന ഒരു സബ്ജക്റ്റിനെ വെറുതെ പ്ലെയിൻ ആയിട്ട് അങ്ങ് അഴിച്ചു വിട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വില്യം ഫ്രാൻസിസ് ആണ്. വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ളതേ ഉള്ളൂ. മാസ് എന്ന് തോന്നുന്ന സ്ഥലത്തൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് അപ്പീലിംഗ് ആയിരുന്നില്ല. പക്ഷെ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി മനോജ് പിള്ളൈ അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആള്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, സിനിമ ആകെ മൊത്തത്തിൽ ശോകമായതുകൊണ്ട് ഇതൊന്നും പറയണമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശ്യാം ശശിധരന്റെ എഡിറ്റിങ് അതും വലിയ കുഴപ്പമില്ല തോന്നി. ഇതൊക്കെ എന്താ പറയാ, ഇങ്ങനത്തെ ഒക്കെ റോളുകൾ ദിലീപ് ഇതിനു മുമ്പ് ചെയ്ത് ബലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു റോളൊന്നും അല്ല ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കാരണം എനിക്കിതിനു മുമ്പ് ഇതുപോലത്തെ റിവഞ്ച് റോളുകൾ എന്നൊക്കെ തോന്നിയിട്ടുള്ള ചെസ്, അതുപോലെ തന്നെ ക്രേസി ഗോപാലൻ ചിലവർക്ക് മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. സോ അതിൽ കാണുന്ന പോലത്തെ ഒരു മോഡല് ലുക്കൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതൊക്കെ. സോ അതുകൊണ്ട് ഉപമിച്ചതാണ്. ചെസ്സിന്റെ ഒന്നും ഒരു 7 അയലത്ത് വെക്കാനുള്ള ഒരു സിനിമയാണ് ഈ ഒരു സിനിമ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെസ്സിന്റെ ഒക്കെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ഇവിടെയൊക്കെ ഭയങ്കര ലൂപ്പ് ഹോൾസ് ഒക്കെ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എസ്പെഷ്യലി ഓരോരുത്തരെ കൊല്ലാൻ വരുന്ന സീനൊക്കെ രക്ഷപ്പെടുന്നതൊക്കെ കാണുന്നതൊക്കെ വളരെ ശോകം എന്ന് പറഞ്ഞാൽ വളരെ ശോകം. അതിനൊക്കെ മറികടക്കുന്ന രീതിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെ പടം നെഗറ്റീവ് ആവുന്ന സമയത്ത് ഫുൾ ഇതൊക്കെ എടുത്ത് കാണിക്കും കൂടി ചെയ്യും. അതുകൊണ്ട് രതീഷ് രഘുനന്ദൻ ഈ ഒരു അറ്റംപ്റ്റിൽ പണി പാളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇതേ അഭിപ്രായം ആവണമെന്നില്ല എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചൊരു ബിലോ ആവറേജ് ആയിട്ടുള്ള, വെറുതെ വേണമെന്നുണ്ടെങ്കിൽ ദിലീപ് ഫാൻസിനൊക്കെ വെറുതെ കണ്ടിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. തങ്കമണി എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡന്റിന്റെ ഒരു 10% നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് അനുഭവിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമ പ്രത്യേകിച്ചൊന്നും എടുത്ത് നൽകുന്നൊന്നുമില്ല.
സോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക, കാരണം തിയേറ്ററിൽ നിന്ന് കണ്ടാലാണ് കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുള്ളൂ. സോ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.